പോക്കിരിയെ അടക്കി നിർത്താൻ ആരാണ് ഈ പോക്കിരി? നമ്മളെ ശല്യം ചെയ്യുന്ന, തമ്മാടിത്തരം പറയുന്ന, എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളെന്താ കാണിക്കുന്നത്, നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതൊക്കെ നോക്കി നമ്മുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ നാശം കാണാൻ വേണ്ടി പ്രവർത്തിക്കുക, മറ്റുള്ളവരുടെ അടുത്ത് പോയി വളരെ മോശമായിട്ട് നമ്മളെക്കുറിച്ച് പറയുക അല്ലേ? ഇതാണ് പോക്കിരിത്തരം. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. എടാ അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ മോളേജ് അങ്ങനെ ചെയ്യല്ലേ, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. വളരെ മോശമായിട്ട് നമ്മളെക്കുറിച്ച് ആഭാസങ്ങൾ പറയുക, പോക്കിരിത്തരം കാണിച്ച് നടക്കുക. അങ്ങനെയുള്ളവനെ ഒതുക്കി നിർത്താൻ, വരച്ച വരയിൽ നിർത്താൻ പറ്റിയ നല്ല ഒരു അമല് ചെയ്യുന്നവർ സൂക്ഷിക്കുക, സൂക്ഷിച്ച് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസും അമലുകളും എല്ലാം ചെയ്യുന്ന, കാണുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളെ തമ്പലയിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പോക്കിരിയെ നിലക്ക് നിർത്താൻ, പോക്കിരിമാരെ വരച്ച വരയിൽ നിർത്താൻ അതിന് പറ്റുന്ന ഒരു അമലാണ് ഞാൻ പറയാൻ പോകുന്നത്. ആരുടെയും നാശത്തിനല്ല, നമുക്കൊരു നാശം വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ. നമുക്കാരും നശിപ്പിക്കണമെന്നില്ല, പക്ഷേ നമ്മളെ നശിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു മുൻകരുതൽ. നമ്മളിപ്പോൾ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഓടി ഒളിക്കുമല്ലോ. നമ്മളെ നേരിട്ട് അടിക്കാൻ വരുന്ന ഒരാൾ നേരിട്ട് തല്ലാൻ വരുമ്പോഴല്ലേ നമുക്ക് ആ അടി തടുക്കാനും അല്ലെങ്കിൽ ഓടി ഒളിക്കാനും പറ്റുകയുള്ളൂ. രഹസ്യമായി നമ്മളെ ഉപദ്രവിക്കുന്ന പറയുക മുട്ട കൊടുത്തു ചോപ്പോ? അതതിനുള്ള ഒന്നല്ല, വിശ്വാസമാണ്. അത് ഒഴിവാക്കാൻ പറഞ്ഞല്ല അങ്ങനെ. അന്ന് ഒഴിവാക്കാൻ പറയും. അത് അങ്ങനത്തെ ഒന്നല്ല, അത് സുഖൻ്റെ ഒന്നല്ല, അത് ജോലി ഇട്ടാൻ വേണ്ടി കുഴിച്ചിട്ടല്ലേ. അത് കുഴിച്ചിട്ട് അങ്ങനെ വരില്ല, വിശ്വാസം ഉണ്ടാവും ചിലപ്പോൾ. ഒഴിവാക്കാൻ പറയാം. അതിനുള്ള അങ്ങനത്തെ ഒന്നല്ല എന്ന് പറഞ്ഞാലേ, അതിനുള്ള ഒന്നല്ല പറഞ്ഞു. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, അത് ഞാൻ കട്ട് ചെയ്തോളാം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോഴല്ലേ നമുക്ക് ഓടാൻ പറ്റൂ. ഒരാൾ നമ്മളെ കല്ലെടുത്തെറിയുമ്പോഴല്ലേ നമുക്ക് മാറി നിൽക്കാൻ പറ്റൂ. ഇതൊന്നുമില്ലാത്ത രീതിയിൽ പല ആളുകളും നമ്മൾ ആക്രമിക്കാറുണ്ട്. നമ്മൾ കാണാതെ പലതും മോശമായിട്ട് പറയുക, നമ്മളെക്കുറിച്ച് പല ഇല്ലായ്മയും പറയുക, ഇങ്ങനെ പല രീതിയിലും ഒരു പോക്കിരിത്തരം കാട്ടി നടക്കുക. അങ്ങനെയുള്ള പല ആളുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അയൽവാസികളിലുണ്ട്. ഒന്നും വേണ്ട, അവരെ ഒന്ന് നമുക്കൊന്ന് ഒതുക്കിയിടാൻ പറ്റും. നമ്മളെ കണ്ട അവർ നമ്മൾ കാണോടുന്ന് ഓടി മറയും. നമ്മുടെ അടുത്തേക്ക് ഒന്നിനും അവരിനി വരില്ല. നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല, നമ്മളോട് ശത്രുത കാണിക്കാൻ വരില്ല, വഴക്കും വക്കാനുണ്ടാക്കാനൊന്നും വരില്ല, വാക്ക് തർക്കത്തിന് വരില്ല, നമ്മളെ ശല്യം ചെയ്യാനൊന്നും നമ്മളെ അടുത്തേക്ക് വരില്ല. നമ്മളെ കണ്ടാൽ അവരെ ഉള്ളിലൊരു പേടി ഉണ്ടാവും. വേണ്ട, ശല്യം ചെയ്യണ്ട, അവരവരുടെ വഴിക്ക് വിട്ടേക്കാം. ഇങ്ങനെ അവരവരുടെ വഴിയിലേക്ക് അങ്ങനെ പോകും. നമുക്കൊരു ഫ്രീഡം കിട്ടും. ഇതാണ് ഈ അമലിൻ്റെ പ്രത്യേകത. കടുപ്പമേറിയ അമലാണ്. നല്ല ഈമാനോടുകൂടി. എന്തിനാണ് ഈമാനോടുകൂടി ചെയ്യാൻ പറയണത്? ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല. നമ്മളവരെ ഉപദ്രവിക്കാനല്ല ചെയ്യുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെ ആ ഉപദ്രവത്തിൽ നിന്നും നമുക്കൊരു കാവൽ കിട്ടാൻ, ഇനി അവർ ഉപദ്രവിക്കാതിരിക്കാൻ, അവരുടെ മനസ്സൊക്കെ ഒന്ന് മാറി അവരൊന്ന് നോർമലായി പോകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അമൽ ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഈ അമൽ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസമാണ് ഈ അമൽ ചെയ്യേണ്ടത്. അപ്പോൾ സംശയം ഉണ്ടാവും, അതെന്താ ആ ദിവസം? ആ ദിവസമാണ് അതിന് അനുയോജ്യമായത്. കിതാബുകളിൽ അങ്ങനെയാണ് പറയുന്നത്. ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഇത് ചെയ്യുക. ചൊവ്വാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത്. മറ്റ് ദിവസങ്ങൾ, മറ്റ് അമലുകൾ ചെയ്യുമ്പോൾ നമ്മൾ വ്യാഴാഴ്ചയാണ് ചെയ്യാറുള്ളത്. ഈ അമൽ ചെയ്യുമ്പോൾ നമ്മൾ ചൊവ്വാഴ്ചയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ അമൽ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും കഴിക്കാൻ പാടില്ല.
ഇറച്ചിയും മീനും മുട്ടയും കഴിക്കാതെ ചൊവ്വാഴ്ച ദിവസം രാത്രി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തിരുന്ന് വേണം നിങ്ങൾ ഈ അമൽ ചെയ്യാൻ. ഈ അമൽ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ സാധനം, നമുക്ക് കരിഞ്ജീരകം വേണം, കരിഞ്ജീരകം. അതുപോലെ തന്നെ ഒരു തുണി വേണം. തുണി ഏത് കളറും പറ്റും, വെള്ള തുണി പറ്റും, എല്ലാം പറ്റും. ഒരു തുണി, കരിഞ്ജീരകം, കുറച്ച് നീളമുള്ള ഏതെങ്കിലും ഒരു മുള്ള് വേണം. നീളമുള്ള ഏതെങ്കിലും ഒരു മുള്ള് വേണം. നമ്മൾ കരിഞ്ജീരകം ഈ തുണിയിൽ ഇടുന്നു. ഒരു പിടി കരിഞ്ജീരകം ഈ തുണിയിൽ ഇടുന്നു. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മുള്ള് അതിലേക്കിങ്ങനെ കുത്തിവെക്കുന്നു. ആ മുള്ള് മൂടണം. കരിഞ്ജീരകം വന്നത് മൂടണം. മുള്ളതിൽ കുത്തിവെക്കുന്നു. അതവിടെ മാറ്റി വെക്കുക. ഒരു കറുത്ത നൂലെടുത്തതിന് ശേഷം ഒരു 7 കെട്ട് കെട്ടുക. ഓരോ കെട്ടിനുള്ളിലും യാ ഖഹാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ് എന്ന് പറയണം. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ശല്യം ചെയ്യുന്ന, നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത, നിങ്ങളെ ഉപദ്രവിച്ച് നിങ്ങളെ ജീവിതം നശിപ്പിക്കുന്ന ആരാണോ ആ വ്യക്തിയെ മനസ്സിൽ കരുതി യാ ഖഹാറു യാ അല്ലാഹ് എന്ന് 7 തവണ ഒരു കെട്ടിൽ. ശ്രദ്ധിക്കുക, മൊത്തം 7 കെട്ട് വേണം. ഞാൻ പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സംശയം ചോദിക്കരുത്. മനസ്സിലായോ? ഒരു കെട്ട് കെട്ടിയിട്ട് യാ ഖഹാറു യാ അല്ലാഹ് 7 തവണ അതിൽ ചൊല്ലി ഊതിയതിന് ശേഷം ആ കെട്ട് വലിച്ച് മുറുക്കുക. ഈ ആളെ മനസ്സിൽ കരുതുക. അതിനടുത്ത് തന്നെ 2ാമത്തെ കെട്ട്, അതിലും യാ ഖഹാറു യാ അല്ലാഹ് എന്ന് 7 തവണ മന്ത്രിക്കുക. അത് വലിച്ച് കെട്ടുക. അതുപോലെ തന്നെ 3ാമത്തെ കെട്ടിൽ യാ ഖഹാറു യാ അല്ലാഹ് 7 തവണ. മനസ്സിലായോ? ചൊല്ലി ഊത് ആ കെട്ട് ഇയാളെ മനസ്സിൽ കെട്ടി. 7 കെട്ടും ഇങ്ങനെ കെട്ടിയതിന് ശേഷം എന്തു ചെയ്യുക, ആ നൂല് ചുരുട്ടിയിട്ട് ഈ കരിഞ്ജീരകത്തിൽ താഴ്ത്തി വെക്കുക. മുള്ളും കരിഞ്ജീരകത്തിൽ താഴ്ത്തി വെക്കുക. അതിനോട് ചാരിയിട്ട് തന്നെ ഈ കറുപ്പ് നൂലും ചരടും ഇതിൽ താഴ്ത്തി വെക്കുക. മനസ്സിലായോ? എന്നിട്ട് അതങ്ങോട്ട് കെട്ടുക. നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടുക. നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടുക. പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം, ഉപ്പ്, കല്ലുപ്പ് ഒന്ന് കലക്കുക, വെള്ളത്തിൽ കലക്കുക. നന്നായിട്ട് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം, കല്ലുപ്പ് കലക്കിയതിന് ശേഷം ഈ എടുത്ത് വെച്ച പൊതി, കരിഞ്ചീരയും മുള്ളും ഈ ചരടും, അതൊന്ന് അതിൽ മുക്കുക. അതിൽ മുക്കിയിട്ട് വീണ്ടും യാ ഖഹാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ് എന്ന് ധാരാളം ചൊല്ലുക. ചുരുങ്ങിയതൊരു 101 തവണയെങ്കിലും ചൊല്ലുക. എന്നിട്ട് അതെടുക്കുക. അതെടുത്തതിന് ശേഷം ഒന്നിരിക്കെ നിങ്ങളെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് കുഴിച്ചിടുക. അതല്ല എങ്കിൽ ഈ ആൾ കടന്നു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കുഴിച്ചിടുക. കുഴിച്ചിടുമ്പോൾ പറയുക, അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യുന്ന അമൽ, ഈ ആളിൽ നിന്നും എനിക്കൊരുപാട് ഉപദ്രവം ഉണ്ടല്ല. അദ്ദേഹം എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഇനി എന്നെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തിന് എന്നോട് ഇനി അത്തരം ഒരു ശത്രുതയോ ദേഷ്യമോ വാശിയോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് നന്നാക്കി എന്നിൽ നിന്നുള്ള ആ ശത്രുത ഒന്ന് ഇല്ലാതാക്കി തരണം എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എന്നിട്ടത് കുഴിച്ചിടുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്കും ഫലം തരട്ടെ. ചെയ്യുന്ന ആളുകൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട റമദാനാണല്ലോ. നമ്മളെ ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട്. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ നല്ല സ്വതക്കകൾ സംഭാവന ചെയ്യുക. റമദാനാണ്. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ ചാനലിലൂടെ സഹായിക്കുന്ന ആളുകളെ നിയത്ത് ചെയ്ത് നിങ്ങൾ അയക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള അമലുകൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പറഞ്ഞു തരും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഏത് അമൽ വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ അമലിനെക്കുറിച്ചോ സംശയങ്ങളോ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് മറുപടി തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.